ഒടുവിൽ KM ഷാജഹാന് ജാമ്യം ലഭിച്ചു. പിണറായി പോലീസിന് ഇനി മുണ്ടിട്ട് വെളിയിലിറങ്ങി നടക്കാം. കോടതി അതിരൂക്ഷമായി പോലീസിനെ വിമർശിച്ചു. കോടതി മുറിക്കുള്ളിൽ സർക്കാർ അഭിഭാഷകനെ കോടതി എടുത്തിട്ട് അലക്കി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. KM ഷാജഹാനെ അകാരണമായി ഭരണകൂട ഭീകരതയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്ത നടപടിയെ കോടതി ചോദ്യം ചെയ്തു. ഒടുവിൽ KM ഷാജഹാന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എറണാകുളത്തുള്ള ഒരു CPM-ന്റെ വനിതാ നേതാവിന്റെ പരാതിയിലും വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണന്റെ പരാതിയിലുമാണ് KM ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങമനാട് CI ആണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വീട്ടിലെത്തി രാത്രിയോടുകൂടി ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഒരു കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്നതിന് സമാനമായ രീതിയിലായിരുന്നു ഷാജഹാനെതിരെയുള്ള പോലീസിന്റെ പെരുമാറ്റം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി എറണാകുളത്ത് എത്തിച്ച KM ഷാജഹാനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് വൈദ്യസഹായമെങ്കിലും വൈദ്യപരിശോധനയ്ക്കെങ്കിലും KM ഷാജഹാനെ കൊണ്ടുപോയത്. അതിനുശേഷമാണ് എറണാകുളത്തെ CJM കോടതിയിൽ ഷാജഹാനെ ഹാജരാക്കുന്നത്. ഷാജഹാനെ അറസ്റ്റ് ചെയ്യാൻ ചെങ്ങമനാട് CIക്ക് എന്ത് അധികാരമെന്ന് കോടതി ചോദിച്ചു. രാത്രി ഷാജഹാനെ തിരുവനന്തപുരത്ത് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? തുടർന്ന് ഈ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗമാണ് ചെങ്ങമനാട് CI എന്ന് സർക്കാർ അഭിഭാഷകൻ കോടതി അറിയിച്ചു. അങ്ങനെയെങ്കിൽ SIT രൂപീകരിച്ച ഉത്തരവ് കാണിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെ ഷാജഹാനെതിരെ അതിഗുരുതരമായ വകുപ്പുകൾ എന്തിന് ചുമത്തി എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. ഷാജഹാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ യാതൊരു തരത്തിലുള്ള അശ്ലീലവുമില്ല, ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല, ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നില്ല. പിന്നീട് എന്തിനാണ് ഇത്തരം വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷാജഹാനെതിരെ FIR രജിസ്റ്റർ ചെയ്തത് എന്ന് കോടതി ചോദിച്ചു. അതുമാത്രവുമല്ല, ഷാജഹാനെതിരെ FIR ഇട്ടതിന് ശേഷം 3 മണിക്കൂർ 54 മിനിറ്റിനിടയിൽ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ CI അത്തരമൊരു FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇത്ര വേഗം തിരുവനന്തപുരത്തെത്തി ഷാജഹാനെ പിടികൂടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതിന് പിന്നിൽ ബോധപൂർവമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അങ്ങനെ ഒടുവിൽ ഇതൊരു കള്ളക്കേസാണെന്നും ഇത് ബോധപൂർവം ഷാജഹാനെ കുടുക്കിയതാണെന്നും ഇതൊരു ഭരണകൂട ഭീകരതയുടെ ഭാഗമാണെന്നും കോടതിക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ കോടതി ഷാജഹാന് ജാമ്യം അനുവദിക്കുന്നു. ഇത്തരം സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്നും തെളിവുകൾ നശിപ്പിക്കരുതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CJM കോടതി ഷാജഹാന് ജാമ്യം അനുവദിച്ചത്. നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാരിനെ, പ്രത്യേകിച്ച് പിണറായി വിജയനെ നിരന്തരം വിമർശിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് KM ഷാജഹാൻ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. പിണറായി വിമർശനത്തിലൂടെ വലിയ വിരോധം CPM-ൽ നിന്ന് KM ഷാജഹാൻ നേടിയിട്ടുമുണ്ട്. ആ സമയത്താണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുന്നത്. എറണാകുളം ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു വന്ന അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു കേട്ട ഒരു കഥ അതേ രൂപത്തിലിടുകയായിരുന്നു KM ഷാജഹാൻ. എന്നാൽ ഈ കഥയിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേരോ ചിത്രമോ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയുന്നതിനുള്ള എന്തെങ്കിലും ഒരു സൂചന പോലും അദ്ദേഹം കൊടുത്തിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ വാർത്ത ചില മാധ്യമങ്ങളടക്കം നൽകുകയും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പേരുകൾ വെച്ച് തന്നെ ഈ വാർത്ത പ്രചരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വനിതാ നേതാവ് പരാതിയുമായി സർക്കാരിനെ സമീപിച്ചത്. പിന്നാലെ MLA-യും പരാതി നൽകി. ഈ കേസിൽ ആദ്യമായി പോലീസ് ചോദ്യം ചെയ്യുന്നത് KM ഷാജഹാനാണ്. തിരുവനന്തപുരത്ത് KM ഷാജഹാന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിൽ നിന്ന് iPhone അടക്കമുള്ളവ പിടിച്ചെടുക്കുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് വിളിപ്പിക്കുന്നു. എറണാകുളത്തെ മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുമ്പോഴും KM ഷാജഹാന്റെ യാത്രയിൽ അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ, അദ്ദേഹത്തിനെ ആക്രമിക്കാനും ചില ശ്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ തിരുവനന്തപുരത്തെത്തി ഉള്ളൂരിലുള്ള KM ഷാജഹാന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹത്തിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. അതിരൂക്ഷമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് KM ഷാജഹാനെതിരെ നടന്നതെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പിണറായി വിജയനെതിരെ തനിക്ക് പലതും പറയാനുണ്ട്, ഇതെല്ലാം ചോദ്യം ചെയ്യലിന് ശേഷം താൻ പറയാം എന്നായിരുന്നു KM ഷാജഹാൻ പ്രതികരിച്ചത്. അക്ഷോഭ്യനായി പോലീസിന്റെ ചോദ്യം ചെയ്യലിലും പോലീസിന്റെ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടങ്ങളിലുമെല്ലാം തന്നെ അക്ഷോഭ്യനായി നെഞ്ചു വിരിച്ച് തലയുയർത്തി തന്നെയാണ് KM ഷാജഹാൻ നിന്നത്. അദ്ദേഹത്തിന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി അദ്ദേഹത്തിന്റെ മകൻ പഠനാവശ്യത്തിനായി ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. കുടുംബത്തിനെ പോലും
ഭയപ്പെടുത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ പിണറായി വിജയനെ വിമർശിക്കുന്ന, ഭരണകൂടത്തെ വിമർശിക്കുന്ന ആളുകളെ ഏതെങ്കിലും ഇത്തരം കള്ളക്കേസുകൾ കുടുക്കി ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പോലീസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് വേണം കരുതാൻ. എന്തായാലും നീതി നടപ്പായിരിക്കുന്നു. KM ഷാജഹാന് ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നു. പോലീസിന്റെ കള്ളക്കഥ ചീറ്റിപ്പോയിരിക്കുന്നു. പോലീസിനാകപ്പാടെ നാണക്കേടായിരിക്കുന്നു. പിണറായിയുടെ ഭരണകൂട ഭീകരതയ്ക്ക് മേൽ കോടതിയുടെ വലിയ വിജയമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.